ഓണമൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാ പരിപാടി. അമ്മച്ചിയായിരുന്നു എല്ലാ ദിവസവും അത്തപ്പൂ ഇട്ടോണ്ടിരുന്നത്. അപ്പൊ ഇന്ന് ഉത്രാടമായിട്ട് അമ്പലത്തിൽ പൂജ ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് രാവിലെ പോകേണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ അതങ്ങേറ്റം. അമ്മച്ചി ഇതുവരെ പിച്ചാതെ നിർത്തിയിരുന്ന പൂ വരെ ഞാൻ ഇന്നങ്ങ് മൊത്തത്തിൽ അങ്ങ് കളർഫുൾ ആക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും കൂടാതെ 2-3 സൈസ് പൂവൊക്കെ അമ്മച്ചി തലേന്നേ പിച്ചിക്കൊണ്ടെന്ന് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടെ അങ്ങ് എടുത്തു. ഞാൻ എല്ലാ പൂവൊന്നും തൂത്തുവാരി പിച്ചാൻ നിന്നില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരിച്ചാൽ നിർത്തിയിട്ടാ പിച്ചി. ആമ്പല് വിരിഞ്ഞിരിക്കുന്ന കണ്ടപ്പോ എന്നാ വിചാരിച്ച ആമ്പലിൽ തന്നെ അങ്ങ് തുടങ്ങും. അങ്ങനെ ഞാൻ എന്തോരം അത്തപ്പൂ ഇട്ട് ഇച്ചിരി ആയപ്പോഴത്തേക്ക് ജാനി വേണ്ട വന്നിട്ടുണ്ട് സഹായിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത്തപ്പൂ ഇന്ന് ഇച്ചിരി താമസിച്ച അത്തപ്പൂ ഇട്ടത്. രാവിലെ മഴയായിരുന്നു. അപ്പൊ തിണ്ണക്കിടാവല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പം പിന്നെ മഴ അങ്ങ് തോന്നും. അന്നേരം പിന്നെ മുറ്റത്ത് തന്നെ ഇട്ട്. ഇനി നമുക്ക് ഉത്രാട സദ്യ ഉണ്ടാക്കണ്ടേ. അപ്പൊ നേരെ അടുക്കളയിലോട്ട് പോകാം. അമ്മച്ചി രാവിലെ അവിയലും തീയലും ഒക്കെ വെച്ചിട്ട് അമ്പലത്തിലോട്ട് പോയത്. പിന്നെ എന്റെ ജോലിയായിരുന്നു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കണമായിരുന്നു. പിന്നെ പരിപ്പ് റെഡിയാക്കണം. പിന്നെ സേമിയം കൂടെ ആക്കണമായിരുന്നു. ഇഞ്ചി നാരങ്ങ നേരത്തെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പായസമായി. തീയല്, പരിപ്പ്, പപ്പടം, പച്ചടി, അവിയല്, സാമ്പാറ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.